നാം കടന്നുപോയ ചരിത്രത്തിന്റെ മറ്റൊരധ്യായത്തിന് തിരശീല വീഴുവാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. പലതരം അനുഭവങ്ങൾ കൂടിയായിരിക്കും നാം എല്ലാവരും കടന്നുപോയിട്ടുണ്ടാവുക. പുതിയൊരു വർഷത്തെ വരവേൽക്കുവാൻ നാം ഒരുങ്ങിയിരിക്കുമ്പോൾ കഴിഞ്ഞുപോയ വർഷത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ സാധിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? എങ്കിൽ കഴിഞ്ഞ വർഷത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? അതെ, ഞാൻ സംസാരിക്കുന്നത് ചരിത്രത്താളുകളിൽ കുറിക്കപ്പെട്ട 2023 പ്രധാന സംഭവങ്ങളെ പറ്റി. എന്തൊക്കെ പ്രധാന വാർത്തകൾക്കാണ് 2023 നാം സാക്ഷ്യം വഹിച്ചത്? അവ ആഗോളതലത്തിൽ എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. 2023 ജനുവരിയിൽ ലോകം ആദ്യം സാക്ഷ്യം വഹിച്ചത് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിനാണ്. 2022 ഡിസംബർ 31 ബെനഡിക്ട് 16 മാർപ്പാപ്പ കാലം ചെയ്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ സെയിന്റ് പീറ്റർ സ്ക്വയറിൽ 2023 ജനുവരി 5 അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് നടന്നു. ഏകദേശം 50,000-ലധികം ആളുകൾ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. തുർക്കിയിലും സിറിയയിലുമുണ്ടായ ശക്തമായ ഭൂകമ്പമായിരുന്നു 2023 ഫെബ്രുവരിയിൽ ലോകം ഞെട്ടലോടെ കേട്ട വാർത്ത. 2023 ഫെബ്രുവരി 6 തെക്കൻ തുർക്കിയെ വടക്കൻ സിറിയയിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിക്ക് സമീപം കഹറൻ മൻമറാസ് ഭൂകമ്പവും ശക്തമായ തുടർചലനവും ഉണ്ടായത്. ഈ വിനാശകരമായ ഭൂകമ്പങ്ങളിൽ 50,000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 100,000-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2023 മാർച്ചിൽ ലോകം കണ്ട ഏറ്റവും വലിയ വാർത്ത ഡൊണാൾഡ് ട്രംപിന്റെ ആയിരുന്നു. ഒരു കുറ്റകൃത്യം ചുമത്തപ്പെടുന്ന ആദ്യത്തെ US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് മാറി. സാമ്പത്തികമായി അനുകൂലമായ ലോണുകളും ഇൻഷുറൻസ് ഡീലുകളും ലഭിക്കുന്നതിന് ട്രംപും മറ്റു പ്രതികളും ട്രംപിന്റെ കൈവശാവകാശത്തിന്റെ മൂല്യം വർദ്ധിപ്പിച്ച് തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു കേസ്. എന്നാൽ കേസിലെ എല്ലാ ആരോപണങ്ങളും അദ്ദേഹം നിഷേധിച്ചു. 2023 ഏപ്രിലിൽ ലോകം കൗതുകത്തോടെ കേട്ട വാർത്തയായിരുന്നു നാറ്റോയിലെ പുതിയ അംഗത്വം. 1949 ഏപ്രിൽ 4 നോർത്ത് അറ്റ്ലാന്റിക് ഉടമ്പടി സ്ഥാപിച്ച സൈനിക സഖ്യമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ അഥവാ വാഷിംഗ്ടൺ ഉടമ്പടി. നാറ്റോയിലെ പുതിയ അംഗമാണ് ഫിൻലൻഡ്. 2023 ഏപ്രിൽ 4 ഫിൻലൻഡ് നാറ്റോയിലെ അംഗമായി മാറിയത്. ഉക്രൈനിലെ റഷ്യയുടെ പ്രകോപനരഹിതമായ അധിനിവേശത്തിന് മറുപടിയായി 2022 മെയ് മാസത്തിൽ നാറ്റോയിൽ ചേരുവാനുള്ള ആഗ്രഹം സ്വീഡൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ തുർക്കിയുടെ എതിർപ്പിനെ തുടർന്ന് സ്വീഡന് അന്ന് അംഗത്വം നൽകിയിരുന്നില്ല. 2023 മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഇന്ത്യയുടെ ജനസംഖ്യ ആദ്യമായി ചൈനയെ മറികടന്ന് ഏറ്റവും ജനസംഖ്യയുള്ള പുതിയ രാജ്യമായി ഇന്ത്യയെ മാറ്റിയത്. 2023 മെയ് 1 കണക്കുകൾ പ്രകാരമാണ് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയത്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ ഡേറ്റ 1 വോൾഡോമീറ്റർ എലാബറേഷൻ അടിസ്ഥാനമാക്കി 2023 ഡിസംബർ 25 തിങ്കളാഴ്ചയിലെ കണക്കുകൾ പ്രകാരം നിലവിലെ ഇന്ത്യയുടെ ജനസംഖ്യ ഇത്രയുമാണ്. 2023 ജൂൺ മാസത്തിൽ ലോകം ഞെട്ടലോടെ കേട്ട വാർത്തയായിരുന്നു ടൈറ്റൻ സബ്മേഴ്സിബിൾ സ്ഫോടനം. 2023 ജൂൺ 18 5 യാത്രക്കാരുമായി സഞ്ചരിച്ചിരുന്ന ഓഷ്യൻ ഗേറ്റിന്റെ ടൈറ്റൻ സബ്മേഴ്സിബിൾ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രനിരപ്പിൽ നിന്നും 3800 മീറ്റർ താഴെയുള്ള ടൈറ്റാനിക് അവശിഷ്ടത്തിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ സ്ഫോടനം നേരിട്ട് അതിലുണ്ടായിരുന്ന 5 പേരും മരണപ്പെടുകയും ചെയ്തു. തന്റെ കമ്പനിയായ എക്സ് ഹോൾഡിംഗ്സുമായി ട്വിറ്ററിനെ ലയിപ്പിച്ചതിന് ശേഷം എലോൺ മസ്ക് സോഷ്യൽ മീഡിയ സൈറ്റായ ട്വിറ്ററിനെ എക്സ് എന്ന് പുനർനാമകരണം ചെയ്തതായിരുന്നു 2023 ജൂലൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 2023 ജൂലൈ 23 ട്വിറ്ററിന്റെ പെട്ടെന്നുള്ള എക്സ് എന്ന റീബ്രാൻഡ് വരുന്നത്. ഇത് 240 ദശലക്ഷം വരുന്ന ആഗോള ട്വിറ്റർ ഉപയോക്താക്കൾക്കിടയിൽ വ്യാപകമായ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ യശസ്സുയർത്തിയ വാർത്തയായിരുന്നു 2023 ഓഗസ്റ്റിൽ ലോകം കേട്ടത്.
2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ സ്പർശിച്ചു. ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന 4ാമത്തെ രാജ്യമായും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിലെത്തുന്ന ആദ്യത്തെ രാജ്യമെന്ന അഭിമാന നേട്ടവും ഇതിലൂടെ ഇന്ത്യ സ്വന്തമാക്കി. G20 ഉച്ചകോടിയായിരുന്നു 2023 സെപ്റ്റംബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 18ാമത് G20 ഉച്ചകോടി 2023 സെപ്റ്റംബർ 9, 10 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടന്നു. G20 ഉച്ചകോടിക്ക് ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിച്ച ഉച്ചകോടിയായിരുന്നു ഇത്. ലോകം ഒരു കുടുംബം എന്നർത്ഥം വരുന്ന വസുധൈവ കുടുംബകം എന്നതായിരുന്നു ഉച്ചകോടിയുടെ തീം. റഷ്യ ഉക്രൈൻ സംഘർഷങ്ങൾ മുതൽ സുസ്ഥിര വികസനം, ഭക്ഷ്യസുരക്ഷ എന്നീ നിരവധി വിഷയങ്ങൾ ഉച്ചകോടിയിൽ അഭിസംബോധന ചെയ്തു. ലോകം ഞെട്ടലോടെ കണ്ടിരുന്ന വാർത്തയായിരുന്നു 2023 ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം. 2023 ഒക്ടോബർ 7 ഗാസ മുനമ്പിൽ നിന്നും ഹമാസ് ഇസ്രായേലിനെതിരെ വ്യോമാക്രമണം നടത്തിയതോടെ യുദ്ധം ആരംഭിച്ചു. ഒക്ടോബർ 7 ആക്രമണത്തിൽ 1200-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇസ്രായേലിന്റെ ഏറ്റവും വേദനാജനകമായ ദിവസമായി ഇത് മാറി. 2023 നവംബർ ആവേശത്തിന്റെ മാസമായിരുന്നു. വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ ആവേശം നിറഞ്ഞ മാസം. 2023 നവംബർ 19 നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഫൈനൽ. ഓസ്ട്രേലിയ 6ാം തവണയും വേൾഡ് കപ്പ് കിരീടം ചൂടി. മൊത്തം 12,50,307 ആളുകൾ മത്സരങ്ങൾ കാണുവാൻ എത്തിച്ചേർന്നു. ഇതുവരെയുള്ള ഒരു ക്രിക്കറ്റ് ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത്. ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമായിരുന്നു 2023 ഡിസംബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ BJP മിന്നുന്ന വിജയം കൈവരിച്ചു. തെലങ്കാനയിൽ വിജയിച്ച് മുഖം രക്ഷിക്കുവാൻ കോൺഗ്രസിനും സാധിച്ചു. BJP നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ 17 സംസ്ഥാനങ്ങളിലും അധികാരത്തിലുള്ളത്. മോദി തരംഗം വീണ്ടും ഇന്ത്യയിൽ ശക്തിപ്പെട്ടു. എണ്ണമറ്റ അനുഭവങ്ങളും വെല്ലുവിളികളും വിജയങ്ങളും അടയാളപ്പെടുത്തിയ ഒരു യാത്രയായിരുന്നു 2023. ഓർത്തെടുക്കുവാൻ നിരവധി കാര്യങ്ങൾ ബാക്കിയാക്കിയാണ് 2023 കടന്നുപോകുന്നത്. അവയെല്ലാം നമുക്കൊരു പാഠമാകട്ടെ. പഠിച്ച പാഠങ്ങളും നെഞ്ചേറ്റിയ ഓർമ്മകളും നാളേക്ക് നിലനിർത്തുന്ന പ്രതീക്ഷകളും നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ ഓരോ ദിവസവും സന്തോഷമുള്ളതായി മാത്രം തീരുവാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ലോകം സമാധാനം നിറഞ്ഞ ഒരിടമായി മാറട്ടെ. ആ പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വെർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.